നമസ്കാരം, എല്ലാവർക്കും AKG ടൂർ യൂറോപ്പിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ അതിമനോഹരമായ ഒരു സ്ഥലം കാണാൻ പോകാം. സ്ഥലം പറയുന്നില്ല, നമുക്ക് പോയി കാണാം. നല്ല കാഴ്ചകളാണ്, നമുക്ക് പോയി കണ്ടുവരാം. അപ്പം നമുക്ക് AKG ടൂർ യൂറോപ്പിന്റെ മറ്റൊരു വീഡിയോ കാണാം. ഇന്നലെ ഞങ്ങളിവിടെ താമസിച്ചതിന്റെ ബാൽക്കോണിൽ നിന്ന് നോക്കിയാലും കാണുന്ന വ്യൂ. ഞാനിപ്പോ താഴെ ഇറങ്ങിയിട്ടാണ് നോക്കണേ. അപ്പം പോകാനായിട്ട് ഇറങ്ങിയതാണ്. ചുറ്റും മലകളും നല്ല രസകരമായ സ്ഥലമാണ്. അപ്പൊ നമുക്ക് ഇന്ന് പറഞ്ഞ പോലെ ഫെൽഹോൺ സൈൽബാൻ സ്ട്രക്ചറിലേക്ക് പോകണം. രസമാണ്. മലയുടെ മണ്ടയ്ക്ക് രസകരമായ കാഴ്ചകളുണ്ടാവും. ആപ്പിൾ മരമാണ് ഈ നിൽക്കുന്നത്. എല്ലായിടത്തും ഉള്ളത് തന്നെ ജർമ്മനിയിലും സ്വിറ്റ്സർലൻഡിലും ഓസ്ട്രേലിയയിലൊക്കെ ആപ്പിള്. ഇത് വീട്, ഇവിടെയുള്ള എല്ലാ വീടിന്റെയും തന്നെ ബാൽക്കണിയിൽ ഇങ്ങനെ പൂക്കളുണ്ടാവും. പക്ഷെ രസമാണ്. ചുറ്റും മലയാണ്. ഇപ്പൊ ഫ്രണ്ടിലേക്ക് പോയാൽ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ കണ്ടോ, രണ്ട് സൈഡിലും മലയാണ്. ബാക്കി കാഴ്ചകൾ നമുക്ക് പോയിട്ട് കാണാം. ഓക്കെ, വണ്ടിയിൽ ഞങ്ങൾ അങ്ങോട്ട് പോണ വഴിക്ക് ഭയങ്കര രസമുള്ള സ്ഥലം കണ്ടു കഴിഞ്ഞപ്പോ ഇറങ്ങാതിരിക്കാൻ തോന്നിയില്ല. വളരെ രസം. ഒരു പള്ളിയുണ്ട് ഇവിടെ രസകരമായിട്ട്. പിന്നെ കിടുക്കം വ്യൂ എന്ന് പറഞ്ഞാൽ കലക്ക്. അതിനിടക്കോടെയുള്ള വീടുകളും. ഓ എന്റെ അമ്മേ, ഒരു രക്ഷയില്ല. ഒരു കാര്യമുണ്ട്, ഈ വെള്ളത്തിന്റെ കളറ് കണ്ടോ? നീലയാണോ എന്ത് കളറാ പോലും ഇത്? നീലയാന്ന് തോന്നുന്നു, നീല വെള്ളം. അത് കിടുക്കായിട്ടുണ്ട്. എന്തായാലും വളരെ രസമുള്ള വെള്ളം. ഞാനിപ്പോ ഒരു പാലത്തിന്റെ വെള്ളം, ചെറിയ ഇതിന്റെ മേളിൽ. ഇനി ഞങ്ങൾ മുമ്പോട്ട് പോണ വഴി ഇതാണ്. ഈ മലകളുടെ ഇടക്കോടെയുള്ള വഴിക്കൂടെയാണ് പോണേ. ഇത് ഭയങ്കര രസം. ആ ഫ്രണ്ടിൽ ആ ബോർഡിന്റെ കീഴിൽ ഞാൻ വണ്ടി ഒതുക്കിയത്. അവിടെ പാർക്ക് ചെയ്യാൻ പറ്റില്ല. പെട്ടെന്ന് നിർത്താം. ഈ സൈഡിൽ കണ്ടോ, ഈ മലയുടെ ഇടയ്ക്ക് ഒരു സ്വിമ്മിംഗ് പൂള് ഫ്രീ ആണ്. നമുക്ക് 3 euro എങ്ങാണ്ടാണ് അതിന്റെ എൻട്രൻസ് ഫീസ്. പക്ഷെ ഭയങ്കര രസമായ മലയുടെ താഴെ ഒരു ചെറിയ ഗ്രാമം. കാടൊക്കെ കഴിഞ്ഞപ്പോ ഒരു ചെറിയ ഗ്രാമത്തിലേക്ക് വരുവാണ്. അകലെ എന്നുള്ള അടിപൊളി വ്യൂ. കിടുക്ക മണ്ടയ്ക്ക് ഞങ്ങൾ ആ ഹെയർപിൻ്റെ കയറിയോട് വന്നു കഴിഞ്ഞപ്പം ഇവിടെ ഒരു ലേക്ക്. നല്ല അടിപൊളി. ആൾക്കാർ ചെറിയ പെഡൽ ബോട്ടൊക്കെ ചവിട്ടുന്നുണ്ട്. പിന്നെ മീൻപിടുത്തക്കാരനാണ് ഒരു പുള്ളി അവിടെ നിന്ന് മീൻ പിടിക്കുന്നുണ്ട്. പക്ഷെ നല്ല രസം കേട്ടോ. മലയുടെ മണ്ടയ്ക്കായാലും വളരെ രസം. ഒത്തിരി ആൾക്കാർ ഇവിടെ ചാടാനായിട്ട് വന്നിട്ടുണ്ട്, കുളിക്കാനായിട്ട്. ഇതാണ് ഹോട്ടൽ അംസേ എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. ഇതാണ് ഏരിയ. ഓമാസ് കിഷങ്ലാദൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഓമ എന്ന് പറഞ്ഞാൽ വെല്ലുമ്മ. വെല്ലുമ്മ തന്നെ അപ്പൻ്റെ അമ്മയോ അമ്മയുടെ അമ്മയോ ഓമാസ് കിഷങ്ലാദൻ. വെല്ലുമ്മയുടെ സമ്മാനക്കട.
ബൈക്കിന്റെ സൈഡിൽ കൂടെ തന്നെ ഞങ്ങൾ മുമ്പോട്ട് പോവാ. ഞങ്ങളുടെ ലക്ഷ്യസ്ഥാനമായ ഫെൽഹോൺ കാൻസൽവാൻഡിന്റെ ബാൻ കയറാനായിട്ട്. മല കയറണ മറ്റേ സൈഡ് ബാൻ. നമ്മൾ കുറച്ചു മുമ്പ് കണ്ട ആ തടാകത്തിന്റെ പേര് ഹാൾഡൻ സേ. ചെറിയ തടാകങ്ങളെയാണ് അവിടെ പറയുന്നത്. അതാണ് കണ്ടത്. മുമ്പോട്ട് പോകും. ഇതും മുമ്പേ കണ്ടേക്കൂട്ട് ചെറിയ ചെറിയ ഗ്രാമങ്ങളാണ്. വീടിന്റെ ഒക്കെ ബാൽക്കണിയിൽ കൂടെ ഈ പൂക്കൾ വെച്ചേക്കുന്നതാണ് അതിമനോഹരം. മൊത്തം പൂക്കൾ ഇവിടെ ഭയങ്കരമുള്ളത്. ആ ഫ്രണ്ടിലൊക്കെ കാണുന്ന വീടിന്റെ ഒക്കെ എല്ലാ വീടിന്റെയും ബാൽക്കണിയിൽ പൂക്കളുണ്ട്. ചെറിയ ചെറിയ ടൗണുകളാണ്. ഈ സ്റ്റേഷനിൽ നിന്ന് നമുക്ക് ജസ്റ്റ് കാണാൻ തോന്നുന്നു. വെട്ടം കൂടാതെ തോന്നുന്നു. ഫോണിലാണ്ട് ക്ലിയർ ആയല്ല. ആ രണ്ട് മരങ്ങളുടെ ഇടക്കോടെ ഒരു ലൈൻ പോലെ പോകുന്നുണ്ട്. അതിന്റെ ആ അങ്ങ് തുഞ്ചറ്റത്ത് ഒത്തിരി വലുതല്ല, എന്നാലും ചെറുതാ. നമ്മൾ വലിയതില കയറാൻ പോണേ. അതൊക്കെ അങ്ങോട്ട് പോവാം. ഇത് നമുക്ക് ഒഴിവാക്കാം. ഇത് ടാരൻ ഹൈമർ ഡബ് ഫാൽ. ഇത് വേണ്ട നമുക്കെന്നാ അടുത്ത സ്ഥലത്തേക്ക്. പിന്നെ ഇവിടെ ഒരുപാട് ആൾക്കാര് പാരാഗ്ലൈഡിങ് നടത്തുന്നുണ്ട്. ഞങ്ങൾ വന്നപ്പോൾ ഒരു 5 കണ്ടായിരുന്നു. ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല. പക്ഷെ നല്ല അതിനൊക്കെ ഉള്ളൊരു സ്ഥലമാണിത്. പുറത്തിറങ്ങി വണ്ടി ആയിരുന്നു മടുത്തിട്ട് ഞാനത് ജസ്റ്റ് ഒന്ന് എടുക്കാൻ ഇറങ്ങിയപ്പം എല്ലാരും പുറത്തിറങ്ങി. ദാവീദേ ഹലോ വെച്ചേ. താല്പര്യമില്ല. ഈ കളിക്കണ സ്ഥലത്ത് കയറ്റാത്തോണ്ട് ദേഷ്യത്തില്ല. അങ്ങനെ ഞങ്ങൾ ആ ബാൻഡ സ്റ്റേഷന്റെ താഴെ എത്തി. പക്ഷെ ഞങ്ങക്ക് ഇവിടുന്ന് മേളിലേക്ക് കയറാനുള്ള കിട്ടി. പക്ഷെ ഇവിടുന്ന് ഒരു ബാനെ കയറി ഒരു സ്ഥലം മേളിൽ ചെന്ന് ഇറങ്ങിയിട്ട് പിന്നെ അവിടുന്ന് 1 മണിക്കൂർ നടന്നിട്ട് അടുത്ത മലയുടെ ചോട്ടിൽ നിന്നിട്ട് അവിടുന്ന് വീണ്ടും ബാനെ കയറി പോകണം. എങ്കിലും ഓർണൊക്കെ കയറാൻ പറ്റുള്ളൂ എന്നാണ് തോന്നുന്നത്. പ്ലാൻ പ്രകാരം ഇതാണ് ഇതിന്റെ ഹൈറ്റ് എന്നൊക്കെയാണ് തോന്നുന്നത്. നമ്മള് ഇവിടെ താഴെ കഴിഞ്ഞ് മേളിലേക്ക് പല സ്ഥലങ്ങളിലും പാർക്ക് ചെയ്യാനുള്ള സൗകര്യമുണ്ട്. ഇത് മാരക സ്ഥലം കേട്ടോ. ഇതാണ് ഇതിന്റെ പാൻബർഗിന്റെ
ഏറ്റവും മേളില് അതിന്റെ ടോപ്പസ്റ്റ് ഹൈറ്റ് കൂടിയ സ്ഥലമായിരുന്നു മേളിൽ വെച്ചിട്ടുണ്ട്. വളരെ താഴ്ച ഇവിടുന്ന് മലയുടെ മണ്ടോട്ടും ഇതിൽ കയറാൻ പോവാണ്. ഞങ്ങൾ ഈ പുറകെ വന്നിട്ട് കയറാം എന്നുള്ളതാണ് തീരുമാനം. ബെഞ്ചമിൻ കയറിക്കോ, ശിവത കയറിക്കോ. ഇനി അവസാനം ഞാനും കയറി. ആ ഫാനിന്റെ അകത്ത് കയറി നമ്മള് മുകളിൽ നോക്കൊണ്ടിരിക്കുക. ഇതിന്റെ ഒരു കൂളിംഗ് ഒട്ടിച്ചേക്കുന്നതുകൊണ്ട് അത്രയ്ക്ക് ക്ലിയർ ആകുമെന്ന് അറിയത്തില്ല, എങ്കിലും രസമുണ്ട്. അപ്പൊ നമ്മള് മേളിലേക്ക് പൊക്കോണ്ടിരിക്കുക. മേളിൽ പോയിട്ട് അവിടെ വേറെ ഒരു ബാനോടുണ്ട്. ഈ മലയിൽ നിന്ന് നമ്മൾ 1 മണിക്കൂറോളം നടന്നു പോയിട്ട് വേണം പോവാൻ. അത് ബുദ്ധിമുട്ടായതുകൊണ്ട്, ബുദ്ധിമുട്ടല്ല, മടുത്ത് വിശക്കറുണ്ട്. അതുകൊണ്ട് ഇത് കയറി മേളിച്ചിട്ട് നോക്കും നമ്മൾ അങ്ങോട്ട്. 1 മണിക്കൂർ അടുത്ത് നടക്കാണോ അടുത്ത മലയിലേക്കാണ്. അപ്പൊ അത് പോകണില്ല, പോകണ്ട നോക്കാം. പറഞ്ഞാലും ആ ഇടയ്ക്ക് കാണുന്ന സ്റ്റേഷനാണ്. അവിടെ നമ്മൾ മേളിലേക്കുള്ളത് കയറി. ഇത് എന്ന് മേളിലേക്ക് പോവാണ്. എനിക്ക് ഇപ്പൊ തന്നെ ഹൈറ്റ്സ് കൂടി വരുന്നുണ്ട്. അത് രസമുണ്ട്, ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ് ഒന്ന് കാണാൻ. പ്രാവശ്യവും ചുറ്റും മുഴുവൻ മലകളും, ചുറ്റും മലകള് അടിപൊളി മോനെ. ഓരോ മലകള് മാറി മാറി വന്നതനുസരിച്ച് നമുക്ക് അതിന്റെ പുറയിലുള്ള മലകൾ കാണാറായിട്ട് നോക്കി കേട്ടോ. പുറയിലുള്ള ഓ എന്റെ മെസ്സിഹായ, രണ്ടാമത്തെ മേൽവശത്തേക്ക് എത്താറായിട്ടുണ്ട്. നിങ്ങള് പിന്നെ അവിടെ നിന്ന് വേണം നടക്കണം കുറച്ച്. ഞാൻ നമുക്കൊന്ന് ശ്രമിച്ചു നോക്കാം, കാഴ്ച എന്തെങ്കിലും കാണാനുണ്ടോ. ഇത് അക്രമമായിട്ടുണ്ട്. വെരി നൈസ്, വെരി നൈസ്. ചെറുതായിട്ട് വിശക്കനുണ്ടെന്ന് തോന്നുന്നു. അവനെ വിശന്നിട്ടാന്ന് തോന്നുന്നു. ഭയങ്കര ബഹളം ഇതായി ഇരുന്നിട്ട്. ഷോപ്പിലൊക്കെ എത്തി. നിങ്ങളൊന്ന് മര്യാദക്കിരിക്കാം അവിടെ. മലയുടെ മണ്ടക്കൽ ലേക്ക് കണ്ടോ ചേട്ടാ. അവിടെ ആൾക്കാർ പയ്യെ പോയി മുങ്ങുന്നുണ്ട് കേട്ടോ. അവിടെ കാണാൻ നമുക്ക് ആളുകൾ ഇങ്ങനെ മുങ്ങുന്നത്. അപ്പൊ നമ്മള് വണ്ടിയിൽ നിന്ന് പുറത്തിറങ്ങി. ഇതാണ് അതിന്റെ ടോപ്പ് സ്റ്റേഷൻ. ഇനി ഇവിടെ മുട്ടക്കുന്ന് മാത്രമേ ഉള്ളൂ, മണ്ടക്കെത്തി. ഇപ്പൊ നമ്മൾ ഇതിന്റെ ആൽപ്പിന്റെ നേരെ ഇതിലാണ് നിൽക്കുന്നത്. സിമിയും ദാവീദൊക്കെ മടുത്തെന്ന് തോന്നുന്നു. ദാവീദേ Benjamin? Das ist ein großer Seilbahn. ഇതായാലും വിശന്നു. അപ്പൊ മേളിൽ തന്നെ പോയി തോമസും സ്നിക്സലും മേടിച്ച് ഷ്വൈനാണ്. പിന്നെ ഒരു ബീറും ആ കൂടെ.
ഇടുക്കിയില്ലേ ആൽപ്സിന്റെ അവിടെ ഇരുന്നൊരു ബീറും കഴിക്കുമ്പോ ഒരു സുഖമില്ലേ, അത് തന്നെ. മല കയറാൻ വന്നവരാരോ താഴെ വീണെന്ന് തോന്നുന്നു. മറ്റേ ആംബുലൻസിന്റെ ഹെലികോപ്റ്റർ അവിടെ കിടന്ന് കറങ്ങുന്നുണ്ട്. ഏത് വിടവില വീണേക്കണേ നോക്കിപ്പോണ്. മല കയറി ആരോ താഴെ വീണെന്ന്